PCL എന്ന പ്രൊഫഷണൽ ജോസിന് പറയായിരുന്നു ചാരുലതയിലെ പാട്ട് എന്തായാലും പാടിപ്പിക്കണം അല്ല എന്ന് പക്ഷെ പറഞ്ഞു. അത് ഈ പറഞ്ഞ പോലെ എല്ലാവരും തെറ്റിദ്ധരിക്കുന്നൊരു പാട്ടാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഞാനല്ല മ്യൂസിക്. ആ അത് സുദീപ് പാലനാട് എന്ന് പറയുന്ന ഒരു ഓക്കെ. ബ്രദറാണ്. ആ നല്ല മ്യൂസീഷ്യനാണ്, പയ്യനാണ്, നല്ല അപ്കമ്മിങ് ആയിട്ടുള്ളൊരു ടാലൻ്റാണ്. ശരിക്ക് ശ്രുതി അതിൻ്റെ സംവിധായകയുമായ പരിചയം അങ്ങനെ നിർബന്ധിച്ച് അതിൽ ഇങ്ങനെ കൊണ്ടിരുത്തിയതാണ് എന്നെ. ശ്രുതി ശ്രുതി മ്യൂസിക് ചെയ്തേക്കുന്നത് മ്യൂസിക് സുദീപാണ്. സുദീപാണ്. പിന്നെ അത് ഇറക്കിയിട്ടുള്ളത് ഞാനും കൂടി പങ്കാളിയായിട്ടുള്ളൊരു യൂട്യൂബ് ചാനലിലാണ്, ബോധി സൈലൻസ്കേപ്പ്. എനിക്ക് തോന്നുന്നു പേജിൽ ഇട്ടത് കൊണ്ട് കൂടി അത് ആയിരിക്കാം. അപ്പോൾ അത് കുറേ പേര് തെറ്റിദ്ധരിക്കും. അപ്പോൾ നമ്മൾ ഈ പോസ്റ്റ് ഇട്ട് ഇങ്ങനെ അതിങ്ങനെ തിരുത്താറുണ്ട്. അതെ. അപ്പോൾ അത് അപ്പൊ അത് നന്നായി, അത് തിരുത്തിയത് നന്നായി. പക്ഷെ എപ്പോഴും പാട്ട് വേണം. ചില പാട്ടുകൾ ഓർക്കല് എനിക്ക് വലിയ തോന്നുന്നു അദ്ദേഹത്തിന് ഓർമ്മ വരുന്ന ഒരു പാട്ട് പാടുന്നതായിരിക്കും നല്ലത്, ഏറ്റവും ഇഷ്ടമുള്ള. ഏഹ്, ചോദിക്കുമ്പോൾ ഈ പാട്ട് ഏതായാലും അത് ഉണ്ണിസാറിനാണേ ഏതാ? അല്ല അങ്ങനെ പാടാൻ പോകുന്ന പാട്ട്. ഏത് അല്ല ശരി ഇടുക്കി പാടാതെ പോകില്ലല്ലോ അല്ലേ? കാരണം വെച്ചാൽ ഇടുക്കി പാടാതെ പിന്നെ പാടാം പെട്ടെന്ന്. ആലപ്പുഴയെ കുറിച്ച് പാട്ടൊന്നും ഇല്ല. അല്ല അതുകൊണ്ടല്ലേ ഇടുക്കി റഫീഖ് അഹമ്മദിന്റെ വരികളല്ലേ അതെ അല്ലേ? ആ. അത് എനിക്ക് ഒരു കൗതുകം കൊണ്ട് ചോദിക്കുന്നത്, അത് എഴുതിയതിനു ശേഷം സംഗീതം ചെയ്തതാണോ? അല്ല, അത് കറക്റ്റ്, അത് എഴുതിയതിന് ശേഷം ചെയ്തതാണ്. കവിത ആദ്യം ഉണ്ടായി എഴുതിയതാണ്. അതെ, അതെ. അതിനുശേഷം പക്ഷെ അതിന്റെ ഈണത്തിനൊക്കെ ആ ഇടുക്കി ഫീൽ ശരിക്കും ആ, അങ്ങോട്ട് feel ഉണ്ട്. അല്ലേ? അവിടുത്തെ അത് പ്രകൃതി നമുക്ക് അങ്ങോട്ട് മഞ്ഞിന്റെ ഫീല് പോലും അത് എന്നെ ആകർഷിച്ചപ്പോ ഇടുക്കി എന്നുള്ള വാക്ക് ആണ് എനിക്ക് അതിനകത്ത് അതിൽ നിന്നാണ് അത് തുടങ്ങുന്നത് തോന്നുന്നു അല്ലേ? ഇടുക്കി എന്നാൽ ശരിക്കും അതിന്റെ മ്യൂസിക്കാലിറ്റി നമ്മൾ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. ഇടുക്കി എന്നുള്ള വാക്കിന്റെ തിരുവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലോ ഇടുക്കി. ഇടുക്കി എന്ന് പറഞ്ഞ ഒരു നമ്മൾ വയലിനിലൊക്കെ തത്ത ഇങ്ങനെ പറയണ പോലെ ഒരു End ഫീൽ. ചെയ്യുന്ന note അതെ അതില്. അതെ. അത് അവിടെ പോയിരുന്നോ? ഇടുക്കിയിൽ പോയിരുന്നോ? അവിടെ ഇടുക്കിയിൽ പോയിരുന്നില്ല. നമ്മളൊരു ഹോട്ടൽ മുറിയിൽ വെച്ചിട്ട് എഴുതുക ചെയ്ത്. അതല്ല ഞാൻ ചോദിച്ചത്, അതിന്റെ ഒരു മ്യൂസിക് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ആ ഇല്ല, സ്ഥലത്തൊന്നും അങ്ങനെ പോയിട്ടേ ഇല്ല. ഇല്ല. സത്യം പറഞ്ഞാൽ അതിന് ശേഷം ഇതിന്റെ ആഘോഷം അവർ ഇടുക്കിക്കാര് കട്ടപ്പനയിലെ ഒരു സ്വീകരണം തന്നു. അപ്പോഴാണ് ഇതിന്റെ ഭാഗമായിട്ട് ഇടുക്കി പോയത്. ഇടുക്കിയുടെ ദേശീയ ഗാനമായിട്ട് പ്രഖ്യാപിച്ചത്. അതെ അതെ എവിടെ ചെന്നാലും ഇടുക്കിയിൽ അങ്ങനെ ഒരു പാട്ട് അവര് പിന്നെ ചെയ്ത്. അതൊരു പ്രത്യേക വൈബാണ് കേട്ടോ ആ പാട്ട്. എപ്പോ കേട്ട് കഴിഞ്ഞാൽ പക്ഷെ ഇടുക്കിക്ക് അങ്ങനെ ഒരു പാട്ടില്ലായിരുന്നു അല്ലേ? ഇല്ലായിരുന്നു. മറ്റെല്ലാ സ്ഥലങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാട്ടുണ്ട്. അമ്പലപ്പുഴ ആണെങ്കിലും ഉണ്ട്, എന്താ ആലപ്പുഴയിൽ ആലപ്പുഴ ആണെങ്കിലും ഉണ്ട് അല്ലേ? പല പല പാട്ടുകളുണ്ട്. ഓരോ നഗരത്തിനുമൊക്കെ ഇപ്പൊ കോഴിക്കോടിനുണ്ട്, ഇപ്പൊ ബാബുരാജ് അതെ. പല പല പാട്ടുകളുണ്ടല്ലോ. അപ്പോ ഇടുക്കിക്ക് അങ്ങനെ ഒരു പാട്ടുകൂടെ കിട്ടിയത്. അല്ല, അതിനകത്ത് ഈ മലയാളക്കരയുടെ മടിശീല നിറയ്ക്കണ നലമേഴു ആടല്ലോ ഇടുക്കി. കച്ചവടം വ്യാപാരം പോലും അതിനകത്ത് പുള്ളി അങ്ങ് എഴുതി ചേർത്തു. അതെ. ഒന്ന് പിടിക്കാൻ മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി, ഇവളാണ് മിടുമിടുക്കി, മലയാളക്കരയുടെ മടിശീല നിറയ്ക്കണ നലമേറും നാടല്ലോ ഇടുക്കി, ഇവളാണ് മിടുമിടുക്കി, ഇവിടുത്തെ കാറ്റാണ് കാറ്റ്, മലമൂടും മഞ്ഞാണ് മഞ്ഞ്, കതിർക്കനമേകും മണ്ണാണ് മണ്ണ്. ഈ ഇവിടുത്തെ കാറ്റാണ് കാറ്റ് എന്നുള്ളത് വളരെ സൂപ്പർ ഹിറ്റ് ആയതാ. നമുക്ക് ഇടുക്കിയിലൂടെ കയറുമ്പോൾ ഹൈ റേഞ്ച് കയറുന്ന സമയത്ത് അറിയാതെ ഈ പാട്ട് വരും. അതെ. ഈ കാറ്റ് ആദ്യം ഓടിക്കുന്ന സമയത്ത് ആദ്യം വരുന്ന പാട്ട് ഇതാ, ഇടുക്കിയിലെ കാറ്റാണ് കാറ്റ്. അതിനൊരു അവകാശവാദവും കൂടി ഉണ്ടല്ലോ, ഈ ഇവിടുത്തെ കാറ്റാണ് കാറ്റാണ് കാറ്റ്. ഇവിടുത്തെ കാറ്റാണ് കാറ്റ്. മലബൂടും മഞ്ഞാണ് മഞ്ഞ്. ഇവിടുത്തെ കാറ്റാണ് കാറ്റ്. റഫീഖിന്റെ ഇത് കഴിഞ്ഞു. അതെ അതെ, റഫീഖിന്റെ അതിമനോഹരമായ വരികൾ. ഇത് രണ്ടും കൂടി അങ്ങോട്ട് ചേർന്നിട്ട് ആ പിന്നെ ആ സിനിമയുടെ ഒരു മൂഡും കൂടെ ആയിട്ട് ഫഹദിനെ പോലെ ഒരു ആക്ടറും എല്ലാ ഘടകങ്ങളും ചില ഇപ്പം യവനിക എന്നുള്ള സിനിമയെ കുറിച്ച് രഞ്ജിത്ത് പറയുന്നത് മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ഒരു കംപ്ലീറ്റ് സിനിമ ഈ യവനികയാണെന്ന് പറയും. നല്ല സംവിധാനം, നല്ല തിരക്കഥ, നല്ല ആക്ടേഴ്സ്, നല്ല ക്യാരക്ടേഴ്സ്, നല്ല മ്യൂസിക്, ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു കോമ്പിനേഷനുള്ളൂ. അതുപോലെയാണ് ഈ പാട്ട്. ഫഹദൻ പോലൊരു ആക്ടർ, ആ ഇടുക്കിയുടെ ഒരു പ്രകൃതി, അതിന്റെ മനോഹരമായ കവിത, അതിനെല്ലാം ഉൾക്കൊള്ളുന്ന അതിമനോഹരമായ ഒരു സംഗീതം. അവിടുത്തെ വീടുകളുടെ ഒരു പ്രത്യേകത, കുറച്ചൊരു ഇരുട്ടൊക്കെ നിറഞ്ഞ വീടുകളാണ് അതെ അല്ലേ? അതെ അതെ അതെ. ഈ റഫീഖ് അഹമ്മദിന്റെ ഇപ്പൊ നമ്മൾ ഈ വരികളെ കുറിച്ച് റഫീഖ് അഹമ്മദിന്റെ വരികളോട് അത് പെട്ടെന്ന് അങ്ങ് ഇണങ്ങിച്ചേരാൻ കഴിയുന്ന അങ്ങനെ ഒരു തോന്നിയിട്ടുണ്ടോ? പൊതുവെ കവിതകൾ എഴുതുന്ന ലിറിസിസ്റ്റിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട് അല്ലേ? ഇഷ്ടമുണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. അത് കവിത ഇഷ്ടമുണ്ട് അല്ലെ? അതാണ് ഇഷ്ടമാണ്, വളരെ ഇഷ്ടമാണ്. അതാണ് പ്രശ്നം. കൂടുതൽ ഇഷ്ടമുള്ള ഒരുപാട് കവിതകൾ വായിക്കുന്നതല്ല ഞാൻ, പക്ഷെ എന്നാലും
വായിക്കുന്ന കവിതകൾ, ഇഷ്ടപ്പെടുന്ന കവിതകൾ എനിക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ്. കാരണം അവരെ എനിക്ക് ഏറ്റവും റെസ്പെക്റ്റ് ഉള്ളത്, ഈ കവികളെയാണ് റെസ്പെക്റ്റ് ഉള്ളത്. അത് ഇപ്പോൾ കുമാരനാശാൻ മുതലായാലും എഴുത്തച്ഛൻ മുതലായാലും ഇപ്പോൾ നമ്മൾ ആ വാക്കുകളെ താളത്തിൽ കൊള്ളിക്കുക എന്ന് പറയുന്നത്, അതിപ്പോൾ എന്ത് വിഷയമായിക്കോട്ടെ, പക്ഷെ അത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്താറുണ്ട്. അത് റഫീഖേട്ടന് ഇപ്പോൾ പലരും, ഇപ്പോൾ ചിലർ ട്യൂണിന് പെട്ടെന്ന് വരികൾ അതിൽ കൃത്യമായി. ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ, ഇപ്പോൾ ഗദ്യ കവിതയുമുണ്ട്, പദ്യവുമുണ്ട്. കൂടുതലും ഇപ്പോഴത്തെ ആളുകളെല്ലാം ഈ ഗദ്യത്തിലേക്ക് മാറുന്നൊരു പ്രവണതയുണ്ടല്ലോ. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുവന്ന വൃത്തനിബദ്ധമായതാണോ അതോ അതിനുശേഷമുള്ള ഈ ചേഞ്ച് ഓവർ? രണ്ടിനും അതിൻ്റെതായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട്. കാരണം ഈ ഗദ്യ കവിതകൾ എല്ലാ ലിറ്ററേച്ചർ ആണെങ്കിലും കലയാണെങ്കിലും ഒക്കെ പരിണാമത്തിന് വിധേയമാണല്ലോ. പണ്ട് പോർട്രേറ്റുകൾ വരച്ചിരുന്നു, ഇപ്പോൾ അത് മാറി അബ്സ്ട്രാക്റ്റായി. മ്യൂസിക്കിൽ എല്ലാത്തിലും ഉണ്ട് ഈ മാറ്റം. അപ്പോൾ ഗദ്യ കവിത നമുക്ക് തരുന്ന ഒരു അനുഭൂതി ഉണ്ട്. അയ്യപ്പൻ്റെയോ അല്ലെങ്കിൽ ലൂയിസ് പീറ്ററിൻ്റെ കവിത, ഇപ്പോൾ അല്ലേ അദ്ദേഹത്തിൻ്റെ ചൊല്ലുന്ന കവിതകളൊക്കെ, അത് നമുക്ക് തരുന്നൊരു കരള് പങ്കിടാൻ വയ്യന്റെ പ്രണയമേ. അതുപോലെ ലൂയിസ് പീറ്ററിൻ്റെ എനിക്കിഷ്ടമാണ് ഇത്തരം. അത് പക്ഷെ ഗദ്യ കവിതയ്ക്ക് പോലുവേ അതിന്റെ ഒരു താളമുണ്ട്. ആ താളത്തിലാ ഗദ്യ കവിത വരുന്നത്. അടുത്ത കാലത്ത് ഇപ്പൊ ചുള്ളിക്കാടിന്റെ ഈ മുദ്രാവാക്യ കവിത എന്ന വലിയൊരു കവിത ഇപ്പൊ വളരെ ഷെയർ ചെയ്യപ്പെടുന്ന ഏറ്റവും വണ്ടേ നീ തുളച്ചതാണ് ഈ മുറിവുകൾ. റഫീഖിന്റെ 2 ഇത്തരം ഹൈക്കു കവിതകൾക്കൊക്കെ നിനക്ക് വേണ്ടിയിരുന്ന ഹൃദയമായൊരു ഗാനം മാത്രമായിരുന്നു എന്ന് മുളന്തണ്ട് പറയാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില നമുക്ക് ഈ പറയുന്ന അനുഭൂതി തരലാണല്ലോ ഏറ്റവും വലിയ. ഈ കൂടുതലും